11-ാം ദിവസം ഏർലി മോർണിംഗ് ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് കുറച്ച് കഴിക്കിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പതുക്കെ പാക്ക് ചെയ്താണ്. അങ്ങനെ തുറങ്കഭേദിയിൽ നിന്ന് നമ്മുടെ മോർണിംഗ് സെക്ഷൻ തുടങ്ങി. സൺറൈസിൻ്റെ വ്യൂ ആണ് അവിടെ നല്ല കളറിൽ വരുന്നുണ്ട്. ഇതാണ് തുറങ്കഭേദി ഹൈ ക്യാമ്പ്. എന്തായാലും സൂര്യൻ പുറത്ത് വന്നത് ഒരിത്തിരി ആശ്വാസമുണ്ട്. തണുപ്പൊരിത്തിരി കുറഞ്ഞിട്ടുണ്ട്. തുടങ്ങ സോ അങ്ങനെ നമ്മൾ മുക്തിനാഥിലാണെന്നുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം അവിടെ എത്തി. ഒരു റൂം എടുത്ത് റൂമിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു റൂമാണ്. നമ്മുടെ ബഡ്ജറ്റിന് തന്നെ കിട്ടി. അപ്പോൾ നൈറ്റൊക്കെ അവിടെ നിന്ന് തന്നെ ആഹാരം കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഏകദേശം ഒരു 11 മണിയോടുകൂടി ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഞാൻ ട്രെയിലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ യംസം ലക്ഷ്യമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ എനിക്ക് ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിരുന്നു ഇന്നലെ. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ട്രെയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. എവിടം വരെ പോകുന്നുള്ളത് ഇനി അറിയില്ല. കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നോക്കാം ട്രെയിൽ എങ്ങനെയാണ്. മുക്തിനാഥിൽ നിന്ന് പിന്നെ അങ്ങോട്ടുള്ള ട്രെയിൽ കുറേ ഭാഗത്ത് മെയിൻ റോഡ് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഹൈറ്റ് കുറഞ്ഞാണ്, ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ള 3800-ലാണ്. അതിന് നേരെ 2700, 2300 അങ്ങനെ കുറഞ്ഞു വരും. എന്തായാലും നോക്കാം. അപ്പം എത്രത്തോളം ഒരു നമുക്ക് കൺവിൻസിങ് ആണ് ട്രെയിലിൽ ഇത്തരം ഒരു പീസ്ഫുള്ളായിട്ടൊരു ട്രെയിൽ നമുക്ക് കിട്ടും എന്നുള്ളത് നോക്കാം, കണ്ടറിയാം. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ 12-ാമത്തെ ദിവസം നമ്മൾ ഹൈക്കിങ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടിരിക്കുമ്പോൾ നമ്മൾ ആകെപ്പാടുള്ള ചലഞ്ച് എന്ന് പറയുന്നത്, ഇന്ന് മുക്തിനാഥ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങും ട്രെയിലിൻ്റെ മാർക്കിങ്സ് കണ്ടിട്ടില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. NTSCയുടെയും മറ്റേ ATCയുടെയും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ വില്ലേജിലേക്ക് പോകാനുള്ള വഴി. അതല്ലാതെ മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പാറയുടെ മുകളിലും അല്ലെങ്കിൽ പോസ്റ്റുകളിൽ അല്ലാതെ ഏതെങ്കിലും മൈൽ സ്റ്റോൺ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ പെയിൻറ്റിങ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കളറിൽ. പക്ഷേ മുക്തിനാഥിന് ശേഷം അവിടെ ഒന്നും കാണാനില്ല. ഇത്രയും ദൂരം ഏകദേശം 1 മണിക്കൂറായിട്ട് ഞാൻ ട്രെയിനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 2 ബോർഡ് കണ്ടതല്ലാതെ ഈ ട്രെയിനിൻ്റെ മാർക്കിങ്സ് ഇവിടെ എങ്ങും ഇല്ല. അതുകൊണ്ട് അതൊരു വലിയ ചലഞ്ചായിട്ട് തോന്നുന്നു മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് മെയിൻ റോഡിൽ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് മെയിൻ റോഡിൽ നിന്ന് തിരിച്ച് വീണ്ടും ട്രെയിനിലേക്ക് കയറേണ്ടതെന്നുള്ളതും ചെറിയൊരു കൺഫ്യൂഷൻ. ഞാനിപ്പോൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോന്നും അറിയില്ല. ആൾക്കാർ നടന്നതിൻ്റെ ഒരു അടയാളം കാണുന്നുണ്ട് പാത്ത്. ഞാൻ അതിനകത്ത് കയറി ഫോളോ ചെയ്തങ്ങ് പോവാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേ ആ മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ മെയിൻ റോഡ് പോകുന്ന കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോകുന്ന റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് മെയിൻ റോഡ് കണക്റ്റ് ആവും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ട്രെയിൻ റോഡിലോട്ട് കണക്റ്റ് ആവും. അങ്ങനെ മാറിയും തിരിഞ്ഞോ പോകുന്നു തോന്നും. സോ എന്തായാലും ഇതിങ്ങനെ ഫോളോ ചെയ്ത് നേരെ മെയിൻ റോഡിലെത്തുന്നതിൻ്റെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് ശേഷം പിന്നെയും ട്രെയിനിലോട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ട്രെയിൽ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മാറാം. ഏണിയാണല്ലോ. കയറ്റം വീണ്ടും തുടങ്ങി. കയറ്റം
ഞാൻ പറഞ്ഞവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. വെള്ളം വയ്ക്കുന്നു. മുക്തിദാൻ്റെ മറ്റൊരു വശത്തു നിന്നുള്ള വ്യൂ ആണിത്. ഇതേ കാണുന്നതാണ്. ഇന്നലെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ അപ്പുറത്തെ വശത്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രത്യേക ഒരു വ്യൂ ആയിരുന്നു. ഈ വശത്തൊന്ന് നോക്കിയപ്പോഴത്തേക്കും മറ്റൊരു വ്യൂ ആണ്. രണ്ടിനും ഏകദേശം വേറെ വേറെ വ്യൂ ആണെങ്കിലും നല്ല ചന്തമാണ് രണ്ടും കാണാൻ. ഒരു ലോക്കൽ ഷോപ്പിൽ നിർത്തി. ഒരു അമ്മച്ചിയുടെ ഷോപ്പായിരുന്നു. സുവനീഴ്സും മറ്റേ വിൻ്റർ ക്ലോത്തിങ്സൊക്കെ, നമ്മളെ ഷോളും ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയായിരുന്നു. അമ്മച്ചിയുടെ ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് തന്ന് അമ്മച്ചിയുടെ കുറച്ചിരുന്ന് സംസാരിച്ച്. അപ്പം അമ്മച്ചിയോട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത് ഓഫ് സീസൺ ആയതുകൊണ്ട് കൂടുതൽ ഈ വില്ലേജിലുള്ള കൂടുതൽ സ്ഥലങ്ങളിലും കടകളല്ല, ഈ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. ഗസ്റ്റ് ഹൗസുകളാണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും. അപ്പം അമ്മച്ചി പറഞ്ഞ് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിനിൽ കണ്ടിന്യൂ ചെയ്തോ. പക്ഷേ ഇതാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പിന്നെ വെതർ ഇപ്പോൾ ഒരിത്തിരി സീനാണ്. നല്ല കാറ്റും തണുപ്പും ഉണ്ട് കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട്. അപ്പോൾ നമുക്ക് തുറങ്കളയിലും തിരുച്ചോലേക്കിലൊക്കെ കിട്ടി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്ട്രീം വെതറാണ് ഇവിടെ. ഇപ്പം തന്നെ വിൻഡ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റടിച്ച് തുടങ്ങുന്ന തണുപ്പ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ സെപ്റ്റംബർ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സീസൺ സമയമാണ്. അല്ലെങ്കിൽ അടുത്ത മാസം വരിക. അപ്പോൾ ഈ മാസം പോയിട്ട് അടുത്ത മാസം വരെയൊക്കെ നടക്കാത്തതുകൊണ്ടാണ് അമ്മച്ചി പിന്നെ സെപ്റ്റംബറിൽ പറഞ്ഞു തന്നത്. എനിവേ നോക്കാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് നടന്നതിന് ശേഷം ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ കൂടെ ചോദിക്കാം. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. കഗ്ബൈനി പാസ് ചെയ്തു. യുംസം പോകുന്ന വഴിയാണ്. കഗ്ബൈനി ടു യുംസം വരെ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ വെതർ എത്തിയ സീനാണ്. നല്ല കാറ്റുണ്ട്. അധികം ഒരു സൈഡിൽ നിന്നാണ് ഈ കാറ്റടിക്കുന്നത്. ഞാൻ റോഡിലാണ്. എന്നെ അത് പുഷ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്കും മാത്രമല്ല എനിക്ക് ബാഗ് ഇട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിനി ഇപ്പോഴത്തെ അതാകുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കാണാം. പക്ഷേ ഈ കാറ്റ് ഭയങ്കര സീനാണ് അവിടെ നിന്നുള്ള. നന്നായിട്ട് അടിക്കുന്നുണ്ട് കാറ്റ്. നടക്കാൻ പറ്റുന്നില്ല. പുഷ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോകും. Satu pani. ഞാനിപ്പോൾ ഉള്ള യുംസമിലാണ്. ഇന്നലെ വൈകുന്നേരത്താണ് ഞാനിവിടെ എത്തിയത്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ. ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ തിരിച്ച് പൊക്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിവിടെ നിന്ന് കയറും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അന്നപൂർണ്ണ സർക്യൂട്ട് ഞാൻ ഇവിടെ വെച്ച് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ
ഹെൽത്ത് വളരെ വീക്കാണ് ഇപ്പോൾ. അത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് എനിക്ക് ഇത് സർക്യൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഒരു ക്ലിനിക്കിൽ. വളരെ ഡിസപ്പോയിൻ്റാണ്. ഞാൻ വളരെ വിഷമത്തിലാണ്. കാരണം എനിക്കിത് ഫിനിഷ് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങനെ 1.5 മാസത്തെ നേപ്പാളിൻ്റെ പരേഡാണ് അവസാനിച്ച്. ഞാൻ വന്ന വണ്ടി ഇതേ അതാണ്. അല്ല, അവിടെ ഒരു ബസ് കിടപ്പുണ്ട് ഈ സൈഡിലായിട്ട്. രാവിലെ ഏതാണ്ട് 8 മണിക്ക് പൊക്കാരെന്ന് കയറിയ ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് നിരങ്ങി അവസാനം ഒരുവിധം സൊനോലി എത്തി. സൊനോലി ബോർഡറിനടുത്താണ് ഉള്ളത്. എനിക്കിവിടെ നടന്ന് കുറച്ച് പോകാനുണ്ട്, എന്നിട്ട് വേണം ബോർഡർ ക്രോസ് ചെയ്യാൻ. ഓൾമോസ്റ്റ് സൺസെറ്റായി, ഇരുട്ട് വീണ് തുടങ്ങി. ഇനി ഇവിടുന്ന് എങ്ങനെയും വണ്ടി പിടിച്ച് നേരെ ഗോരഖ്പൂർ എത്തണം. സോ അങ്ങനെ കൊല്ലത്ത് നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് എത്തുകയാണ്. വീടെത്താറായി. വീട്ടിൽ കയറുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഘടകം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സേറാ ഒയ് 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 ഒയ്. ഞാൻ തുറന്നേരാ. വെയിറ്റ്. Come here. Oh, Sarah.